സരോവരത്ത് ഏക്കർ കണക്കിന് തണ്ണീർത്തടം നികത്തിയതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേഷന്റെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. സരോവരം പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർക്കൊപ്പം അനഘ ഹർഷൻ ചേരുന്നു. വീണ, ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വരികളുണ്ട്. അതായത് കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ. അത് തന്നെയാണ് സരോവരത്തെ പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന 250 ഏക്കർ അധികം ഉണ്ടായിരുന്ന കണ്ടൽ വനങ്ങൾ എവിടെ? അതിനുത്തരം തരാൻ ഇതുവരെ ഇവിടെയുള്ള ഒരു അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇന്നീ പരിസ്ഥിതി ദിനത്തിൽ ഇവർ വ്യത്യസ്തമായൊരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ തണ്ണീർത്തടം നികത്തിയാണ് ഈ സ്വകാര്യ സ്ഥാപനം ഈ പാർക്കിംഗ് ഏരിയ അടക്കം പണിതിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊരു തരത്തിൽ ശരിയാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്കിംഗ് ഏരിയയുടെ മുൻവശത്ത് ഇത്തരത്തിൽ ഈ മരം നട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് ഇവരിവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത്, ഈ പാർക്കിംഗ് ഏരിയയുടെ ഈ ഭാഗത്താണ് ഇവർ ഇവിടെ മരം നട്ടിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ടാണ് ഇവിടെ ഈ സമരങ്ങളായി മുന്നോട്ട് പോകുന്നത്. പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കൊല്ലങ്ങളായി, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2-3 കൊല്ലങ്ങളായി ഞങ്ങൾ ഇതിനു വേണ്ടി ഈ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ കാര്യത്തെ പറ്റി ഇടപെടുന്നില്ല. കാരണം നമ്മുടെ ഹൈക്കോടതിൻ്റെ ഓർഡർ നിലവിലുണ്ടായിട്ട് വരെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾക്ക് ഇടപെടുന്നില്ല. ഇവർ പിന്നെയും പ്രകൃതി നശിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ എൻട്രൻസ് കണ്ടില്ലേ, ഈ എൻട്രൻസ് ഇവിടെയൊക്കെ കാണുന്ന ഈ പറയുന്ന ഇവിടേക്കുള്ള ഈ ചെടികളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ചെടികളുണ്ടായ സ്ഥലങ്ങളാണ്. ഈ ചെടികളൊക്കെ ഇതേമാതിരി ഈ പറയുന്ന ഭൂമാഫിയയുടെ ആളുകൾ വെട്ടി നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് മണ്ണടിക്കാനുള്ള സംവിധാനങ്ങളായി കൊടുത്തത്. അതായത് ബാക്കിലുള്ള തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും നശിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തു കൊടുത്ത്. ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട്ടിലെ കലക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മേയറോ നമ്മുടെ ജനപ്രതിനിധികളോ ആരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അത് തന്നെയാണ് വീണ, ഇവർ പ്രതിഷേധിക്കുകയാണ്. അത് നിരന്തരം ഇവർ കോർപ്പറേഷന് മുന്നിലും അധികാരികളുടെ മുന്നിലും തങ്ങൾക്ക് ഈ തണ്ണീർത്തടം, കോട്ടൂളി തണ്ണീർത്തടം അത് സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇവർ നിരന്തരം സമരമുറയിലേക്കൊക്കെ കടന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, ഇവിടെയുള്ള ഓരോ പ്ലക്കാർഡിലും അത് പറയുന്നുണ്ട്, ജീവജാലങ്ങൾ പ്രകൃതിയുടെ അവകാശികളാണ്, വികസനത്തിന്റെ മറവിൽ പ്രകൃതിയെ നശിപ്പിക്കരുത്, കോട്ടൂളി തണ്ണീർത്തടം നമ്മുടെ ഒരിക്കലും വറ്റാത്ത ശുദ്ധജല കേന്ദ്രമാണ് എന്നതാണ്. അതായത് കോഴിക്കോടിന്റെ ജല അറ എന്നറിയപ്പെടുന്ന കോട്ടൂളി തണ്ണീർത്തടമാണ്. മാത്രമല്ല, സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിൽപ്പെട്ട നിരവധി ഈ കണ്ടൽ കാടുകളുള്ള അതീവ സംരക്ഷണ ഇനത്തിൽപ്പെടേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ തണ്ണീർത്തടം. പക്ഷേ അതിന്റെ പല ഭാഗവും നിലവിൽ ഭൂമാഫിയ കയ്യേറി മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ പോരാട്ടം, ആ പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമാഫിയ കയ്യേറിയിരിക്കുന്ന ഭാഗം അത് പഴയപടി തന്നെ ആക്കണം. തങ്ങൾ നഷ്ടപ്പെട്ടു പോയ തണ്ണീർത്തടങ്ങൾ അത് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള തങ്ങളുടെ പ്രദേശത്തുള്ള ആ തണ്ണീർത്തടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ ഒരുപറ്റം ആളുകൾ മുന്നിട്ടിറങ്ങുന്ന ഒരു വേറിട്ട കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വീണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ.